ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പുതിയൊരു മിറർ വർക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ മിറർ ഫ്രെയിമും സീക്വൻസും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളറ് മിറർ ഫ്രെയിംസ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ മൾട്ടി കളർ ഫ്രെയിമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം മിറർ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സീക്വൻസ് ആദ്യം സ്റ്റിക്ക് ചെയ്യണം. അതിന് മുകളിലായിട്ട് മിററിൻ്റെ ഫ്രെയിം. ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ വാഷ് ചെയ്യുമ്പം ഇളകി പോകാതിരിക്കും. ഇനി ഞാനിതിൽ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇയർബഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 2 കളറ് ഫാബ്രിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം വെച്ച് നമ്മൾ ഈ ഫ്രെയിമിന് ചുറ്റിലും ഞാൻ ഗ്രീൻ കളറിലാണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് സൈഡിലായിട്ട് പല ഭാഗങ്ങളിലുമായിട്ട് ഞാൻ ഈ പിങ്ക് കളർ പെയിൻറ്റും ചെയ്യുന്നുണ്ട്. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡോട്ട്സ് ഇങ്ങനെ കൊടുത്ത് വിട്ടാൽ മതി. മിറർ ഫ്രെയിമിന് ചുറ്റും നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പിങ്ക് കളർ കൊണ്ട് അടുത്ത വർക്ക് ചെയ്യാം. നമ്മൾ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ സെയിം ഡോട്ട് തന്നെ ഇങ്ങനെ കൊടുത്തു വിടുവാണ്. അഞ്ച് മിനിറ്റ് പോലും എടുക്കത്തില്ല. നമുക്ക് വളരെ പെട്ടെന്ന് ഈ വർക്ക് ചെയ്തെടുക്കാൻ. നമുക്ക് ചുരിദാർ തയ്ക്കുമ്പോഴോ ബേബി ഫ്രോക്കിലോ ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അതുപോലെ നെക്ക് ലൈനി വേണമെങ്കിലും കൊടുക്കാം. ഇത് ഡ്രൈ ആവുന്നേരം വരെ വെയിറ്റ് ചെയ്താൽ മതി. ഒരു 5 to 6 hours നന്നായിട്ട് ഡ്രൈ ആവും. നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്താലും ഇത് പോകത്തില്ല. അപ്പോൾ നമ്മുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.